ആത്മകഥാ വിവാദത്തിൽ ഇ.പി. ജയരാജന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കാണ് DGP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേസെടുക്കാതെയുള്ള പ്രാഥമിക അന്വേഷണമാണ് നടക്കുക. A.V. ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, ഈ പ്രാഥമിക അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും പോലീസ് ശേഖരിക്കുക, എന്തൊക്കെ വിവരങ്ങളാകും ശേഖരിക്കുക? ഈ പുസ്തക വിവാദവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇ.പി. ജയരാജന്റെ പരാതി കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് DGP കൈമാറിയിട്ടുണ്ട്. ഈ പരാതിയിൽ പ്രാഥമികമായ അന്വേഷണം നടത്താനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് കേസെടുക്കാതെ ഇതിന്റെ നിജസ്ഥിതിയെ സംബന്ധിച്ച പ്രാഥമിക അന്വേഷണം നടത്താനാണ് നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം SP ആയിരിക്കും ഇതിൽ അന്വേഷണം നടക്കുക. പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ ഇതിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. ഈ പ്രാഥമിക അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇ.പി. ജയരാജൻ ഉന്നയിക്കുന്നത് പോലെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ DC ബുക്കുമായി ബന്ധപ്പെട്ട് ഇതിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഇതിൽ പോലീസ് കേസെടുക്കും. അല്ലാത്ത ഘട്ടത്തിൽ പോലീസ് കേസെടുക്കാത്തൊരു അന്വേഷണം നടത്തി പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് നിലവിലെ തീരുമാനം. അത്തരത്തിൽ ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോട്ടയം SP തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പോലീസും ഇത് വലിയ രാഷ്ട്രീയ വിഷയം കൂടിയാണ്, രാഷ്ട്രീയ നേതാവിന്റെ വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പോലീസും അതീവ ഗൗരവമായി തന്നെ ഇതിന്റെ എല്ലാ തലങ്ങളും പരിശോധിച്ചായിരിക്കും ഇത്തരത്തിൽ തുടർ നടപടികളിലേക്ക് നിലവിൽ കടക്കുക. എന്തായാലും നിലവിൽ കേസെടുക്കാതെ ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്താനാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. ആ നിർദ്ദേശം A.V. ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.